വെൽക്കം സ്റ്റുഡൻസ്, വെൽക്കം ടു ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗ് ഫ്രീ എഡ്യൂക്കേഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗ് ഫ്രീ എഡ്യൂക്കേഷൻ്റെ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. നെക്സ്റ്റ്, നിങ്ങൾക്ക് സയൻറ്റിഫിക് നൊട്ടേഷൻ്റെ കുറേ പ്രോബ്ലംസ് നിങ്ങൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും എന്നുള്ളതിൻ്റെ കുറേ പ്രോബ്ലംസ് നിങ്ങൾക്ക് ടെക്സ്റ്റിൻ്റെ ബാക്കിലൊക്കെ ഉണ്ടാവും. അതിൽ മെയിനായിട്ട് വരുന്ന 500 എന്ന് പറഞ്ഞ ഒരു നമ്പർ തരാം, അല്ലെങ്കിൽ കുറച്ചും കൂടെ വലിയൊരു നമ്പർ തരാം, അല്ലെങ്കിൽ ഇങ്ങനെ പോയിൻ്റ് ഇട്ടിട്ട് ഒത്തിരി ലെങ്തി ആയിട്ടുള്ള ഒരു നമ്പർ തരാം. എങ്ങനെയാണെങ്കിലും 500 ആണ് തരുന്നതെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ 5 ആണ് നിങ്ങളുടെ നമ്പർ. ദാറ്റ് ഇൻറ്റു എത്ര സീറോസ് 500 എത്ര സീറോസ് നമ്മൾ ജമ്പ് ചെയ്യണം? 5 ആണ് നമ്മൾ എടുക്കുന്നെങ്കിൽ 5 ഇൻറ്റു 1 then 2. ഇവിടെ ആയിരിക്കണം പോയിന്റ് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻². കാരണം എന്താ 10⁻²? ഇറ്റ് ഈസ് ജമ്പ് ഫ്രം ദ റൈറ്റ് സൈഡ് ടു ദ ലെഫ്റ്റ് സൈഡ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇനി അടുത്തതൊരു വലിയ നമ്പറാണ് തരുന്നതെങ്കിൽ, ഇത്രയും വലിയ നമ്പറാണെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഏതെടുക്കണം? ഫസ്റ്റത്തെ കാര്യം, ഇവിടെ എങ്ങും ഡെസിമൽ പോയിന്റ് ഇല്ല. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് 7 പോയിന്റിനെ തന്നെ എടുക്കാം. 7 എടുത്തു, ദാറ്റ് മീൻസ് അവിടെ ഒരു പോയിന്റ് ഇട്ടിട്ട് പിന്നെ ഒരു 7 തന്നെ ഇട്ടു. ബാക്കിയുള്ള സീറോസിനെ നമുക്ക് നോക്കേ വേണ്ട, ബിക്കോസ് സീറോയ്ക്ക് പോയിന്റ് കഴിഞ്ഞിട്ട് വാല്യൂ ഇല്ലല്ലോ, നമുക്കതിനെ കളയാം. അപ്പോൾ നമുക്ക് 7.7 ഇൻറ്റു 10⁻². ഇനി 10⁻² നോക്കിയാൽ മതി എത്ര പ്ലേസസ് അത് ജമ്പ് ചെയ്ത് വന്നു. 1 2 3 4 5 6 7 8 9. അപ്പോൾ 10⁻9. സോ ദിസ് ഈസ് അവർ കോഎഫിഷ്യൻറ്റ്, ദിസ് ഈസ് അവർ ബേസ് ആൻഡ് ദിസ് ഈസ് അവർ എക്സ്പോണൻറ്റ്. ഇനി നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് സാധാരണ കിട്ടിയ നമ്പർ പോലെയല്ല, ഡെസിമൽ പോയിൻ്റ് ഉള്ള നമ്പറാണ്. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവണം നമ്മളുടെ പോയിൻ്റ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ജമ്പ് ചെയ്യണം. അപ്പം നമ്മൾ ആദ്യം നമുക്ക് ആ എന്നിനെ കിട്ടണം. എൻ ആരാണെന്ന് നോക്കണം. ഇതിനകത്ത് എൻ ആരാണ്? പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ എല്ലാം സീറോസാണ്. അപ്പോൾ ഇവിടെ ഒരു 8 മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ 8നെ നമ്മുടെ എന്നായിട്ട് എടുക്കാം. 8 പോയിന്റ് ആരാണ് കിടക്കുന്നത്? 6 ഇൻറ്റു. അപ്പോൾ നമ്മൾ എത്ര പ്ലേസസ് ജമ്പ് ചെയ്താണ് 8 പോയിന്റ് ഇടാൻ പറ്റിയത്? 1 2 3 4 5 6 7 8 9. 10⁻9. അങ്ങനെ 9 ഇടാൻ പാടില്ല, കാരണം ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് നമ്മൾ അങ്ങോട്ട് പോയത്. സോ ദാറ്റ് ഈസ് 10⁻⁻9. സോ അവരുടെ കോഎഫിഷ്യൻ്റ് എന്താണ്? 8.6 ആണ്. ബേസ് ഏതാണ്? 10 ആണ്. ആൻഡ് അവർ എക്സ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ -9 ആണ്. ഇങ്ങനെ തന്നാൽ പോലും നിങ്ങൾക്ക് തിരിച്ചെഴുതാനും പറ്റും അല്ലേ? ഇങ്ങനെ തന്നാൽ നിങ്ങൾക്ക് 86 ഇട്ടിട്ട് അതിൻ്റെ മുമ്പിലേക്ക് അത്രയും തന്നെ 9 പ്ലേസസ് നമുക്ക് അപ്പുറത്തോട്ട് സീറോസ് ഇട്ട് കൊടുക്കാനും പറ്റും. ഇങ്ങനെ തന്നാലും നിങ്ങൾക്ക് തിരിച്ചെഴുതാൻ പറ്റും. ഇത് എഴുതിയാലും നിങ്ങൾക്ക് എഴുതാം. നിങ്ങൾക്ക് 5 ഇൻറ്റു 10⁻² 500 ആണെന്ന് അറിയാം. ബാക്കിയുള്ളതെല്ലാം സയൻറ്റിഫിക് നൊട്ടേഷൻ കണ്ടാൽ ആ നമ്പർ എത്ര വലിയ നമ്പർ ആണെന്നെങ്കിലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. എത്ര വലിയ നമ്പർ തന്നാലും അത് സയൻറ്റിഫിക് നൊട്ടേഷനിലേക്കും എഴുതാൻ പറ്റും. അതാണ് സയൻറ്റിഫിക് നൊട്ടേഷൻ പഠിച്ചാലുള്ള നമ്മളുടെ ഒരു ഗിഫ്റ്റാണ്. ആക്ച്വലി നമുക്കൊരു വലിയ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ചെറുതാക്കാനായിട്ട് പെട്ടെന്ന് സാധിക്കുന്നുള്ളതാണ്. ഓക്കെ, ഇനി ഞാൻ തരാൻ പോകുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ തന്നെ, നേരത്തെ തന്ന പോലെ ഒരു എക്സാമ്പിളാണ്. ഇവിടെ 17,400. ഇത് ഇത്രയും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലും നിങ്ങളുടെ ബാക്കിലും എല്ലാം വരുന്ന എല്ലാ പ്രോബ്ലംസും ഇട്ടേക്കുന്നത്. 17,400 ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എന്ന് കണ്ടുപിടിക്കുന്നു? 1 ആണ്. 1.7400 എന്ന് എഴുതാം. എത്ര വാല്യൂസ് ഇങ്ങോട്ടാണല്ലോ പോയിന്റ് ജമ്പ് ചെയ്ത് വരേണ്ട, കാരണം ഇതൊരു ഡെസിമൽ അല്ലല്ലോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് 1 2 3 4 അതാണ് എഴുതിയേക്കുന്നത്. ഇവിടെ 212.04 ആണ് കിടക്കുന്നത്. 212.04 ആണ് കിടക്കുന്നത്. ദാറ്റ് മീൻസ് പോയിന്റ് ഓൾറെഡി അവിടെ ഉണ്ട്. നമുക്ക് പോയിന്റിനെ ഇവിടെ കൊണ്ടുവന്നിടണം, 2ൽ കൊണ്ടുവന്നിടണം. ദാറ്റ് ഈസ് 2.1204 ആണ്. അപ്പോൾ എത്ര ജമ്പ് ചെയ്തു? 1 2 ജമ്പ് ചെയ്തു. ആ 2 ആണ് 10⁻² ആയിട്ട് ഇട്ടേക്കുന്നത്. ഇവിടെ ഡെസിമൽ പോയിന്റ് അപ്പം തന്നെ ഓർത്തോണം, നമുക്ക് നെഗറ്റീവ് വരുന്നതാണ്. ഇവിടെ ഡെസിമൽ പോയിന്റ് ആണ്. നമ്മുടെ നമ്പറായിട്ട് നമ്മൾ 3നെ എടുക്കുന്നു. 3.002 ഇട്ടു. എത്ര പ്ലേസസ് ജമ്പ് ചെയ്തു? 1 2 3 ജമ്പ് ചെയ്തു. ദാറ്റ് ഈസ് 10⁻³ ആയിട്ട് നമ്മൾ എടുക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നമ്മളുടെ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷനാണ്. ഈ സയൻറ്റിഫിക് നൊട്ടേഷൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും വന്നാൽ എഴുതാൻ പറ്റും. സയൻറ്റിഫിക് നൊട്ടേഷൻ വെച്ചിട്ട് എങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്കതൊന്ന് നോക്കാം. സയൻറ്റിഫിക് നൊട്ടേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും വരുമ്പോൾ കുറച്ചും കൂടെ എളുപ്പത്തിൽ അത് മനസ്സിലാകുള്ളൂ. ഞാനതിന് ആദ്യത്തെ ഒരു കേസായിട്ട് നമുക്ക് എടുക്കാം. 5.7 ഇൻറ്റു 10⁻6. ഇതൊരു സയൻറ്റിഫിക് നൊട്ടേഷനിലാണല്ലോ അവർ എഴുതിയേക്കുന്നത് അല്ലേ? അത്രയും തന്നിട്ട് ദാറ്റ് ഇൻറ്റു 4.2 ഇൻറ്റു 10⁻5.
നിങ്ങൾക്ക് ഇങ്ങനെ തരുന്ന നേരത്ത് നിങ്ങൾക്ക് മനസ്സിലാകണം ഇത് അവർ നമുക്ക് തന്നേക്കുന്ന ഒരു സയൻറ്റിഫിക് നൊട്ടേഷനിലാണ്. ആൻഡ് ദ ഓപ്പറേഷൻ ഈസ് മൾട്ടിപ്ലിക്കേഷൻ. ഓപ്പറേഷൻ എന്ന് വെച്ചാൽ എന്താ, നമ്മൾ മാത്സിലെ 4 ഓപ്പറേഷൻസ് ആണ്: അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഞാൻ ആദ്യം എടുത്തത് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനുമാണ്. അപ്പം മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് നമുക്ക് മനസ്സിലായി. ദാറ്റ് ഈസ് 5.7 ഇൻറ്റു 10⁶. ഒരു സയൻറ്റിഫിക് നൊട്ടേഷൻ ഇൻറ്റു മറ്റൊരു സയൻറ്റിഫിക് നൊട്ടേഷനായിട്ട് അവർ നമ്മളുടെ മുമ്പിലേക്ക് തരികയാണ്. തന്നു കഴിയുമ്പോൾ നമ്മൾ മാത്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ വാല്യൂ നമ്മൾ എപ്പോഴും എടുക്കേണ്ടത് എന്തായിരിക്കും, അതിനകത്തു നിന്നുള്ള എക്സ്പോണൻഷ്യൽ ഫോം ഉള്ള ബേസും എക്സ്പോണൻറ്റും വരുന്ന ഭാഗത്തിനെ നമുക്കൊന്ന് മാറ്റി നിർത്താം. ബാക്കിയുള്ള നമ്മുടെ നമ്പർ സ്ഥലത്തിനെ മാത്രം നമുക്കൊന്ന് എടുക്കാം. ഇവിടുത്തെ നമ്പർ ആരൊക്കെയാണ്? 5.7ഉം 4.2. നമുക്ക് അതിനെടുക്കാം. നമുക്ക് ബ്രാക്കറ്റ് ഇടാം. 5.7 ഇൻറ്റു 4.2 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇങ്ങനെ എഴുതാൻ പറ്റുന്നത് അതൊരു മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് കൂടെയാണ്. പിന്നെ ഈ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും പോലെ അത്ര എളുപ്പത്തിലെല്ലാം അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ എഴുതുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. കാര്യം അത് ഓപ്പറേഷൻസ് തന്നെ ആണെങ്കിൽ തന്നെ കുറച്ച് ചെറിയൊരു വേരിയേഷൻ അതിനകത്ത് നമ്മൾ എഴുതുന്നതിനകത്ത് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. 5 ഇൻറ്റു, അപ്പോൾ അത് എഴുതി നമ്മൾ ദാറ്റ് ഇൻറ്റു 10⁶6 ഇൻറ്റു 10⁵5. ഓക്കെ, ബാക്കിയുള്ള ആ 10ൻ്റെ ആ ബേസ് എക്സ്പോണൻ്റ് ആ ഭാഗം നമുക്കൊന്ന് സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. എന്നിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ വാല്യൂ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതിൻ്റെ വാല്യൂ എത്രയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. 23.94 ആണ് ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞ് വരുന്നത്. ഓക്കെ, ദാറ്റ് ഇൻറ്റു 10⁶ പ്ലസ് 10⁵ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പണ്ട് മാത്സിൽ പഠിച്ചിട്ടുണ്ട്. 10⁶ ഇൻറ്റു 10⁵ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബേസ്, നമ്മളുടെ എക്സ്പോണൻഷ്യൽ ഫോമിൽ നമ്മൾ എഴുതുമ്പോൾ ഇതാണ് നമ്മുടെ ബേസ്, ഇതാണ് നമ്മുടെ എക്സ്പോണൻ്റ്. ആ മുകളിൽ കിടക്കുന്ന ആളാണ് നമ്മുടെ എക്സ്പോണൻ്റ്. മൾട്ടിപ്ലിക്കേഷൻ ആണ് വരുന്നതെങ്കിൽ നമുക്ക് ആ ബേസിനെ അവിടെ നിർത്തിക്കൊണ്ട് നമ്മളുടെ എക്സ്പോണൻസിനെ നമുക്ക് ആഡ് ചെയ്യാം എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് 23.94 ഇൻറ്റു 10⁻11 എന്ന് നിങ്ങൾക്ക് വാല്യൂ കിട്ടും. അതിനുശേഷം നമുക്കിത് സയൻറ്റിഫിക് നൊട്ടേഷനിലായോ? ആയില്ല. നിങ്ങൾ ഇത് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ബട്ട് അക്കോർഡിംഗ് ടു അവർ കെമിസ്ട്രി വി വാണ്ട് ടു റൈറ്റ് ഇറ്റ് ഇൻ എ സയൻറ്റിഫിക് നൊട്ടേഷൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ സയൻറ്റിഫിക് നൊട്ടേഷൻ എന്താ പറഞ്ഞിരുന്നത്? നമുക്ക് നമ്പർ വേണം. ദാറ്റ് ഈസ് ഇക്വൽ ടു 2 പോയിൻറ്റിലേക്കാണ് നമ്മൾ എഴുതേണ്ടത്. 2.394 ഇൻറ്റു ഇങ്ങോട്ടൊരു എണ്ണം കൂടെ ചാടുമ്പോൾ നമുക്ക് എന്തെഴുതാം? 10⁻12. ഓക്കെ, അതാണ് അവിടെ വാല്യൂ വന്നേക്കുന്നത്. ദിസ് ഈസ് ദ അവർ ആൻസർ. 2.394 ഇൻറ്റു 10⁻12. ക്ലിയർ ആയാലോ ആദ്യത്തത്? ഇനി നമുക്കിതിൻ്റെ ഡിവിഷൻ പാർട്ടിലേക്ക്, നമ്മളിപ്പോൾ ഇത്രയും കണ്ടത് മൾട്ടിപ്ലിക്കേഷൻ പാർട്ടാണ്, സയൻറ്റിഫിക് നൊട്ടേഷൻ്റെ മൾട്ടിപ്ലിക്കേഷൻ പാർട്ട്. നമുക്കിതിൻ്റെ ഡിവിഷൻ പാർട്ടും കൂടെ നോക്കാം. ദാറ്റ് ഈസ് ഇക്വൽ ടു, ഇപ്പം 5.7 ഇൻറ്റു 10⁻6 ഡിവൈഡഡ് ബൈ 4.2 ഇൻറ്റു 10⁻3 ആണ് ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനെ ഒന്ന് ഇവിടെ എഴുതാം. 5.7 ഇൻറ്റു 10⁻6 ഡിവൈഡഡ് ബൈ 4.2 ഇൻറ്റു 10⁻3. അപ്പം നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് സയൻറ്റിഫിക് നൊട്ടേഷൻസ് 2 വന്നേക്കുന്നു. ഇവിടെ ഉപയോഗിച്ചേക്കുന്നത് ഡിവിഷനാണ് നമ്മളുടെ എന്തായിട്ട് ഉപയോഗിച്ചേക്കുന്നത്? ഓപ്പറേഷനായിട്ട് ഉപയോഗിച്ചേക്കുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ നിന്നുള്ള നമ്പർ പാർട്ടിനെ നമുക്ക് അങ്ങോട്ട് എടുക്കാം. ദാറ്റ് ഈസ് ഇക്വൽ ടു 5.7 ഡിവൈഡഡ് ബൈ 4.2. നമ്പർ പാർട്ടിനെ നമ്മൾ എടുത്തു. നമ്പർ പാർട്ടിനെ എടുത്തതിന് ശേഷം നമുക്ക് ഇൻറ്റു ഇതിന് 10⁻6 ഡിവൈഡഡ് ബൈ 10⁻3 ഇങ്ങനെ മാറ്റിയെടുക്കുക. ദാറ്റ് മീൻസ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെയല്ല എഴുതുന്നത്. 5.7 ഇൻറ്റു 10⁻6 ദ ഹോൾ ഡിവൈഡഡ് ബൈ 4.2 ഇൻറ്റു 10⁻3 എന്നല്ലേ നമ്മൾ എഴുതുന്നത്. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാലോ. ഈ ഭാഗം മാത്രം ഒന്നിച്ചെടുക്കാം, ഈ ഭാഗം മാത്രം നമുക്ക് ഒന്നിച്ചെടുക്കാം. അതാണ് ഞാനിവിടെ ഇങ്ങനെ എഴുതിയേക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ വാല്യൂ കാണാം. ഇതിൻ്റെ വാല്യൂ കണ്ടപ്പോൾ നമുക്ക് കിട്ടിയത് വാല്യൂ 1.357 എന്നാണ് നമുക്കിതിൻ്റെ വാല്യൂ കിട്ടിയത്. ദാറ്റ് ഇൻറ്റു, നിങ്ങൾക്ക് ഇതറിയാലോ, ഡിവിഷൻ എക്സ്പോണൻസ് സെയിം ആണെങ്കിൽ എങ്ങനെയായിരിക്കും ഡിവിഷനിൽ? ദ എക്സ്പോണൻസ് തമ്മിൽ മൈനസ് ചെയ്യണം. 6 - 3 ദാറ്റ് ഈസ് ഇക്വൽ ടു 1.357
ഇൻറ്റു 10⁻3. ഇതാണ് ഇതിൻ്റെ വാല്യൂ സയൻറ്റിഫിക് നൊട്ടേഷന് നമ്മുടെ കഴിഞ്ഞത്. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ്റെ ഒരു അത് ചെയ്തു, നമ്മൾ ഡിവിഷൻ്റെ ഒരെണ്ണം ചെയ്തു. നിങ്ങൾക്കിത് ക്ലിയർ ആയെന്നും എനിക്ക് തോന്നുന്നു. നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ കുറച്ചും കൂടെ പ്രോബ്ലംസ് നോക്കാം. ഓക്കെ, സോ നമുക്കിപ്പോൾ ഇന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.